Squad on the YouTube channel. For another video, നമ്മൾ രണ്ടുപേരും കൂടി നിങ്ങൾക്കായി പുതിയൊരു ടോപ്പിക്കുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ വീഡിയോയുടെ ടോപ്പിക്കും കാര്യങ്ങളെയും കുറിച്ച് യവൻ വിശദമായി പറയാം. അപ്പോൾ ഗൈസ് യവൻ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഇതുപോലെ ഡബിൾ റോൾ വീഡിയോ ചെയ്യാവുന്നതാണ് ഗൈസ്. ഇത് ആൻഡ്രോയിഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതിനൊരു ആപ്പിൻ്റെ ആവശ്യമുള്ളൂ. കൈൻമാസ്റ്റർ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ ഞാൻ ഡൗൺലോഡിംഗ് സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ് എല്ലാ കൂട്ടുകാർക്കും ഷാർട്ട് സ്ക്വാഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മുമ്പായി നിങ്ങളൊരു വീഡിയോ കണ്ടു കാണും. അതുപോലെ ഡബിൾ റോൾ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ആൻഡ്രോയിഡ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ ടോപ്പിക്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ഒറ്റ ആപ്പിൻ്റെ ആവശ്യമുള്ളൂ. കൈൻമാസ്റ്റർ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ കൈൻമാസ്റ്റർ പ്രോയുടെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത ആദ്യത്തെ വീഡിയോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഗൈസ് ഞാൻ ഇതിൻ്റെ ആഡിയോ ഒന്ന് കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിലോട്ട് എടുക്കുമ്പം ഭയങ്കര സൗണ്ടായിരിക്കും. അതുകൊണ്ട് ആഡിയോ ഞാൻ കളയുന്നു ഗൈസ്. ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ആദ്യത്തെ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ആദ്യമെടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ മിണ്ടാതിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഞാൻ രണ്ടാമത്തെ വീഡിയോ എടുത്തിട്ട് പറഞ്ഞുതരാം. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ ലെയറിൽ മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് രണ്ടാമത്തെ വീഡിയോ എടുക്കുക. എടുത്തതിന് ശേഷം ഈ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സ്ക്രീനിൽ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ വയ്ക്കേണ്ടത്? ഇപ്പോൾ റൈറ്റിലാണ് ഇവിടെ വയ്ക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ ഇവിടെ വയ്ക്കുന്നു. ഓക്കെ അടിക്കും. എന്നിട്ട് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് സൈഡിലോട്ടൊക്കെ ആക്കി കറക്റ്റ് വേണം വയ്ക്കുക. ഇപ്പോൾ കണ്ടോ? പക്ഷേ ഇതും കൂടെ രണ്ടാമത്തെ വീഡിയോയിലെയും കൂടെ ആഡിയോ ഒന്ന് കളയണം, അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡാകുമ്പോൾ ഭയങ്കര സൗണ്ടാണത്. ഇപ്പോൾ ഈ ആദ്യത്തെ വീഡിയോയിൽ കണ്ടോ ഞാൻ സംസാരിക്കുന്നു, കണ്ടോ ഗൈസ്? അപ്പോൾ ഇപ്പോഴാണ് ഈ ക്ലിക്ക് ചെയ്യുന്ന ഇപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോഴാണ് ഞാൻ സംസാരിച്ച് തുടങ്ങുന്നത് ഗൈസ്. അതുവരെ ഞാൻ മിണ്ടത്തില്ല. നോക്കോ ഗൈസ്, ഇത് പറഞ്ഞ് തീരുമ്പോൾ ഫസ്റ്റത്തെ വീഡിയോ കഴിയുമ്പോഴാണ് ഞാൻ കണ്ടോ ഗൈസ്, ഇപ്പോൾ തൊട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇപ്പോൾ മിണ്ടാതെയാണ് ഇരിക്കുന്നത്, കണ്ടോ? ഇതിൽ ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും, ഫസ്റ്റ് വീഡിയോയിൽ മിണ്ടാതിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് വീഡിയോയിൽ മിണ്ടാതിരിക്കും, കണ്ടോ ഗൈസ്? ആ നീല ഷർട്ട് ഇട്ടിരിക്കുന്ന ഇത് സെക്കൻഡ് വീഡിയോ ആണ് ഗൈസ്. ഇതാണ് ഫസ്റ്റ് വീഡിയോ. അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മിണ്ടാതെയാണ് ഇരിക്കുന്നത്, കണ്ടോ ഗൈസ്? അല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോയ്ക്ക് ഒരു പെർഫെക്ഷൻ കിട്ടില്ല. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുക. വേണമെന്നുള്ള ഭാഗം കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഭാഗങ്ങളൊക്കെ എടുക്കുക. അതിന് ശേഷം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ആയി തീരുമ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ നേരെ നിങ്ങളുടെ ഗാലറിയിലേക്ക് പോകുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരുടെ വാട്സപ്പിലേക്ക് മറ്റും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ഗോകുൽ സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്.